സങ്കടം ഉണ്ടായത് എന്താണെന്നറിയാവോ, ഈ ഫോൺ ഇങ്ങനെ വിളിക്കുന്നത് അമ്മ കേൾക്കണുണ്ട്. അമ്മ പറയാം, എൻ്റെ ലീലയ്ക്ക് എന്താ പറ്റിയത്, എൻ്റെ ലീല സത്യം. എൻ്റെ അമ്മ ഹാളിലിരുന്ന്, ഞാൻ അമ്മ കേൾക്കണ്ട വെച്ചാൽ സിറ്റ് ഔട്ടിലേക്ക് ഇരുന്ന്. അപ്പോൾ എൻ്റെ ലീലയ്ക്ക് എന്താ പറ്റിയത്, എൻ്റെ ലീല മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ലീലല്ലേ ഇരിക്കണത്, സത്യം എൻ്റെ അമ്മ പറയാണ്. ഭയങ്കര. അതുപോലെ ഒറ്റ കാര്യം, ഞാൻ ഈ യൂട്യൂബുകാരാണ് ഇത് ഇത്രയും കൂടുതൽ വളർത്തിയുണ്ടാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടും. പക്ഷെ ഞാൻ ഒരൊറ്റ കാര്യം പറയുകയാണ് യൂട്യൂബുകാരോട്, ഒരാളെ കൊന്ന് നിങ്ങൾ പൈസ ഉണ്ടാക്കിയാൽ നിങ്ങളത് തിന്നാൻ ദഹിക്കില്ല കേട്ടോ. അത് നിങ്ങൾ ദൈവത്തെ ഓർത്ത്, മരിച്ചവരെ നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങൾ കൊന്നോ. പക്ഷെ കൊല്ലാത്ത എന്നെ ഇനി കൊല്ലല്ലേ മക്കളെ, കുറച്ച് നാൾ കൂടി ജീവിക്കണമെന്നുണ്ട്. സത്യത്തിൽ സംഭവിച്ചെന്താന്ന് പറഞ്ഞല്ലോ. സത്യം പറയാണ്, ഭയങ്കര സങ്കടമാണ്. അതൊരു സൂക്കടായി കിടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഒരു പ്രാവശ്യം ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുക, എൻ്റെ മരണം കുറച്ചൊന്നുമല്ല, ഒന്ന് തിരുവനന്തപുരത്ത് താമസിക്കുക. അപ്പോൾ ഒരാൾ വിളിച്ചിട്ട്, ഹലോ കുളപ്പുള്ളി ലീലയാണോ? ഞാൻ പറഞ്ഞു അതെ. ഒന്ന് വന്നാൽ കാണാൻ പറ്റുമോ? അതിനെന്താ കാണാൻ പറ്റാണ്ട് എന്താണ്, ഞങ്ങൾ വരട്ടെ ഒരു മണിക്കൂർ. ഞാൻ പറഞ്ഞു നിങ്ങൾ 1 മണിക്കൂർ 9 മണിക്കൂർ കഴിഞ്ഞു വന്നോ, ഞാൻ എൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടാക്കുന്നവരോ, ഇവർ ഏതോ ഒരു കൺട്രോളോട് എൻ്റെ നമ്പർ ചോദിച്ചു, അവർക്ക് ഞാൻ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു പടത്തിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ തീരെ സുഖമില്ലാണ്ട് ഇരിക്കുകയാണ് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു ആയിക്കോട്ടെ, കസേരയിൽ പിടിപ്പോൾ സാറ് ഇത് പറഞ്ഞപ്പോൾ ഞാനത് ഓർത്തു, ഇരുന്നിട്ട് അഭിനയിക്കാനോ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ അവർ കസേരയിൽ ഇരുത്തിയിട്ട് ഞങ്ങൾക്ക് അവർ ഇരുന്ന് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവർ ഇരിക്കേണ്ടി പോയിട്ട് അവർ കിടന്നിടത്തു നിന്ന് അവർ നിങ്ങൾ പിടിച്ചാൽ പോലും എണീക്കില്ല എന്ന്. അതേ കിടപ്പാണ്, മലമൂത്രമൊക്കെ കിടക്കണയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് അങ്ങനെയാണെങ്കിൽ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ വിളിച്ചത്. ഞാൻ എൻ്റെ വീട്ടിൽ വന്നാൽ കാണാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ പിന്നെ എന്താ പറയുക, തിരുവനന്തപുരത്ത് വേട്ടമുക്കിൽ വാടകയ്ക്ക് താമസിക്കുക. അപ്പോൾ ഇവർ വന്നു. അപ്പോൾ വീട് കുറച്ച് ബാക്കിലേക്ക് പോകണം, അടുക്കളയിലേക്ക്. അപ്പോൾ ഇവർ വന്ന് കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ഞാൻ ഏതാണ്ട് വായിലിട്ട്, ഞാൻ വീട്ടിൽ നിൽക്കുന്ന പറ വേഷത്തോടുകൂടിയാണ് നിൽക്കുക, എനിക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല. അപ്പോൾ വന്നപ്പോൾ ഇതുപോലെ ഒരു പയ്യനുണ്ട് കൂടെ, ഇത്ര തന്നെയുള്ളൂ ശരിക്കും. ഒരു പയ്യൻ്റെ 2 പെണ്ണുങ്ങളുമാണ്, ഡയറക്ടറും പ്രൊഡ്യൂസറും കൺട്രോളർ ആരാണ്ടൊക്കെ. എനിക്ക് അവർ ഒരു നേരം കണ്ടാൽ പിന്നെ ഒരാളെ അറിയില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഈ പയ്യൻ അവരോട് പറഞ്ഞു ഇപ്പോഴാണ് അവൻ്റെ ചെകിട്ടത്ത് നാല് കൊടുക്കേണ്ടത് എന്ന്. അപ്പം ഞാൻ പറഞ്ഞു എന്താ മോനെ കയറി വന്നിട്ട് ചെകിട്ടത്ത് തരാൻ പറയണത്, ഞാനിത് കേട്ട് വന്ന്. അവർ പറയണം, അവരോട് ഒരാൾ എൻ്റെ നമ്പർ ചോദിച്ചാൽ പറഞ്ഞു ഞാൻ തീരെ നീക്കാൻ വയ്യാണ്ട് കിടക്കാൻ, ഈ ജന്മത്തിൽ ഞാൻ നീക്കൂല അഭിനയിക്കൂല എന്ന്. എനിക്കറിയില്ല എന്തിനാ അങ്ങനെ പാര വരുന്നത്. ഞാൻ ഒരാളോട് ഒരൊന്നിനും പോകണില്ല, ഒരാളോട് വഴക്കിനും പോകണില്ല. വയ്യ എവിടെ ചെന്നാലും ഈ എന്താ പറയുക പോയ കോടാലി എന്ന് പറഞ്ഞ രീതിയിൽ സംസാരിക്കണതേ ഉള്ളൂ. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ലോ, സലീം കുമാർ മരിച്ചിട്ട് അവിടെ നമ്മൾ കാണുകയല്ലേ. അപ്പം ഇതൊക്കെ എത്തിക്സിൻ്റെയും ഞാൻ പറയുക മീഡിയയുടെ ഒരു അതിപ്രസരം കൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ കയ്യിൽ മൊബൈൽ ഫോൺ കിട്ടിയതോടെ ഉണ്ടായിട്ടുള്ള വലിയ വ്യത്യാസമാണ്. അതായത് ടെക്നോളജിയുടെ ആവിർഭാവം കൊണ്ടുണ്ടായിട്ടുള്ള ഏറ്റവും ഡിസാസ്റ്റേഴ്സ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറി നിൽക്കുക, എൻ്റെ ഒരു ലാഭം, ഈ പറയുന്ന വ്യൂവർഷിപ്പിനും ഒക്കെ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ എന്നൊക്കെ അമ്മ പറഞ്ഞതുപോലെ. ഇതൊക്കെ എൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഇത് മറ്റുള്ള ആൾക്കാരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് കൂടി ചിന്തിക്കാനുള്ള ഒരു ബോധമൊന്നും മനുഷ്യർക്കില്ലേ, എനിക്കറിയില്ല. അതൊരു സാമാന്യ ബുദ്ധിയല്ലേ. നമ്മൾ ഏറ്റവും പ്രോഗ്രസീവ് ആയിട്ടുള്ള ജനതയാന്ന് പറയുകയും ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനം എന്ന് പറയുകയും നമ്മൾ ഇത്തരത്തിൽ വളരെ ബോറായിട്ട് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എവിടെയെങ്കിലുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് വളരെ സങ്കടമുള്ള കാര്യമാണ്. അങ്ങനെ അരുത് എന്ന് പറയാനേ പറ്റുള്ളത്. നമ്മളാണ് ആ മാറ്റം കൊണ്ടുവരേണ്ടത്, അല്ലാണ്ട് അത് മുൻകൂട്ടി ശരിക്കും കാണേണ്ടിയിരുന്നു. പക്ഷേ അത് കാണാൻ ആർക്കും ഇവിടെ സാധിച്ചില്ല. ശ്രീനി സാറ് മരിച്ചപ്പോഴും ഇത് അവിടെ വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. പക്ഷെ അതൊരു വാർത്തയായല്ലോ. പക്ഷെ ഇത് ഈ ചന്ത് പ്രതികരിച്ചപ്പോൾ അപ്പോഴാണ് ഒരു വാർത്തയായപ്പോഴാണ് ഈ ഒരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടായതും. ആ തിരിച്ചറിവ് ഇത്തരം യൂട്യൂബേഴ്സിന് ഉണ്ടാകേണ്ടതാണ്. ഇനി ഉണ്ടായില്ലെങ്കിൽ അത് പ്രശ്നമാകും. ഇപ്പൊ തന്നെ ദുരന്തത്തിലാണ് ഇപ്പൊ. തമിഴിലാണ് പ്രധാനമായിട്ട് കാണുന്നത്. തമിഴിലെ ആളുകൾ കുഴപ്പമില്ല ചേച്ചിയുടെ നമ്പർ തപ്പിപ്പിടിച്ചിട്ട് വിളിച്ച് അങ്ങനെ അവരുണ്ടെങ്കിൽ പടം മുന്നോട്ട് പോകുള്ളൂ എന്നുള്ള അവസ്ഥയിലൊക്കെയാണ്. അപ്പം അവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട ആളുകളുടെയും അമ്മയും അമ്മൂമ്മയും ഒക്കെ ആയി കഴിഞ്ഞിരിക്കുന്നു. അത് മലയാളത്തിൽ നിന്ന് വിളിക്കാത്ത അവസ്ഥയുണ്ടോ, അതോ തമിഴിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല, മലയാളത്തിൽ കണ്ടിട്ടാണല്ലോ തമിഴിലേക്ക് എന്നെ വിളിച്ചത്. അപ്പൊ നമുക്ക് ഒരിക്കലും മലയാളത്തെ തള്ളി പറയാൻ പറ്റില്ല. മലയാളത്തിൽ വന്നു മലയാളത്തിൽ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് വിളിച്ചത്. അപ്പൊ അതുകൊണ്ട് മലയാളത്തിൽ പിന്നെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ മലയാളത്തിൽ വർക്കില്ല, അതായത് ക്യാരക്ടർ ഇല്ല. അമ്മന്ന് മാത്രല്ല, അമ്മയില്ല, അച്ഛനും ഇല്ല, അമ്മാമ്മയില്ല, മുത്തശ്ശിയില്ല, മുത്തശ്ശനും ഇല്ല, ഒന്നുമില്ല. പണ്ട് ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മലയാളത്തിൽ ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് 4 ആൺപിള്ളേരും വേണം, 4 പെൺപിള്ളേരും വേണം.
അത് തുണിയും വേണ്ട. അപ്പോൾ പണ്ട് പുളിയുറുമ്പ് കടിച്ച 4 തട്ടിക്കൊടയിലും കഴിഞ്ഞാൽ സിനിമയായി. അപ്പോൾ ഒരു കുടുംബങ്ങളുണ്ടെങ്കിലല്ലേ ഞങ്ങളെപ്പോലുള്ള ക്യാരക്ടേഴ്സിനെ പ്രായമുള്ളവർക്കുള്ളൂ. അതില്ല. പിന്നെ നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതും ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല. അതുകൊണ്ട് ഇതൊന്നും അങ്ങനെ കൊടുക്കുകയും വേണമെന്നില്ല. അല്ല, ഇതൊന്നും അങ്ങനെ കൊടുക്കുകയും വേണമെന്നില്ല. അതെ, അല്ല അതിപ്പോ തട്ടിക്കൊട ഞാൻ എന്തായാലും തന്നാലും ഇല്ല. ഞാൻ പറഞ്ഞ സിനിമയ്ക്ക് 2 നിർബന്ധ കാര്യമുണ്ട്. ഒന്ന് തുണി വേണം, ഒന്ന് പണവും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെയാണ്. തട്ടിക്കൊടച്ചിലൊന്നും ഞാനില്ല. എന്ത് ക്യാരക്ടറും എന്ത് വേഷവും ഞാൻ എടുക്കും, എന്ത് ചെയ്യും. പക്ഷെ തുണി വേണം, അത് നിർബന്ധമാണ്. പക്ഷേ ഈ മലയാളത്തിലെ കസ്തൂരിമാനാണ് തമിഴിലേക്ക് എൻട്രി. അവിടെയും കസ്തൂരിമാൻ ഉണ്ടായിരുന്നല്ലോ. അവിടെ ഞങ്ങൾ ചെയ്തു. അവിടെ സാറിന് സുഖല്യാണ്ട സമയത്താണ് ചെയ്തത്. അത് പ്രസന്നയായിരുന്നു. പ്രസന്ന മീര ജാസ്മിനും. പിന്നെ എന്താ വെച്ചാൽ സുനാമി സമയത്തായി പോയി റിലീസായത്. അതിൽ സാറിന് കുറെ നഷ്ടങ്ങൾ വന്നു. നിങ്ങൾ തമ്മിൽ നാടകവുമായിട്ട് സമകാലീനരാണല്ലോ ഏറെക്കുറെ. നിങ്ങൾ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത്? ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല, പക്ഷേ ഒരുപാട് നിങ്ങളുടെ ബസ് അങ്ങോട്ട് പോകുമ്പോ അവിടുത്തെ ബസ് ഇങ്ങോട്ട് നാടകം ചെയ്തില്ല. അതെങ്ങനെ അറിയോ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ കോട്ടയം രമേശന്റെ നാടകത്തിൽ ട്രൂപ്പിന്റെ ബസ് അങ്ങോട്ട് പോകുമ്പോ സങ്കേതങ്ങളുണ്ട്, കാപ്പി കുടിക്കാൻ നിർത്തുക, ഊണ് കഴിക്കാൻ നിർത്തുന്നത്. അവിടെ താമസിക്കുന്ന ചില ലോഡ്ജുകൾ ഹോട്ടലുകളൊക്കെ ഉണ്ട്. അവിടെ വന്ന് ക്യാമ്പ് ചെയ്യും. അപ്പൊ അത് 1 2 അല്ല, 14 സമിതി 15 സമിതികളൊക്കെ ഒരേ സമയത്ത് വന്ന് കിടന്ന കാലഘട്ടമുണ്ട്. അത് മാത്രമല്ല, ഇപ്പം 3 നാടകം 4 നാടകമൊക്കെ ഉണ്ടാവും. സമിതികൾ തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം അപ്പൊ ഒരു ദിവസം ഞങ്ങളെ ഇല്ലെങ്കിൽ ഇപ്പൊ 3 നാടകം ഉണ്ടാവും അവിടെ. അപ്പൊ ആദ്യത്തെ നാടകക്കാർ വന്നിട്ട് അപ്പൊ വേറെ നാടകം ഇല്ലെങ്കിൽ കുറച്ച് നേരത്തെ ഇവിടെ വരും. നാടകക്കാരായിട്ട് കാണാനും പരിചയപ്പെടും. ആ ഒരു ബന്ധം വേറെ തന്നെ, അത് സിനിമയിൽ കിട്ടൂല. കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ കോട്ടയം രമേശയുടെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി തെക്ക് ഭാഗത്തേക്കാണല്ലോ. ഇപ്പൊ കൊല്ലം ട്രിവാൻഡ്രം സൈഡിലുള്ള നാടകം വേറൊരു രീതിയിലാണല്ലോ. ഇപ്പൊ ചേച്ചിനെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വള്ളുവനാടൻ പാലക്കാട് ആ ഏരിയയിലാണല്ലോ നാടകം നടത്തുന്നത്. അപ്പൊ നിങ്ങൾ തമ്മിലൊരു അങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ഒരു വേർതിരിവ്? അതിനകത്തൊരു വേറൊരു പ്രശ്നം ഉണ്ടെന്നറിയോ? തിരുവനന്തപുരത്തുള്ള ഒരു സമിതി തിരുവനന്തപുരത്ത് കളിക്കുന്നതിനേക്കാൾ കൂടുതൽ വടക്കൻ സൈഡിലായിരിക്കും കളിക്കുന്നത്. വടക്കുള്ള ഒരു സമിതി അവിടെ കളിക്കുന്നതിൽ കൂടുതൽ തെക്കായിരിക്കും കളിക്കുന്നത്. കാരണം ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ കോട്ടയത്ത് ഒരു നാടകം നടന്ന കോട്ടയം ഇന്ന തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കോട്ടയക്കാരുടെ പരിപാടിയാണ്. അപ്പൊ അവരൊരു വടകര, ഇത് നല്ല നാടകമായിരിക്കും ചിലപ്പോ, പക്ഷെ അത് വേണ്ട. വടകര എന്ന് ഒരു തല്ലിപ്പൊളി ആണെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ വടകര എന്ന് വരുന്നു, കാസർഗോഡ് നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ ആ നാട്ടിലൊരു ഇതുണ്ട്. അവർ കാസർഗോഡ് നിന്ന് വരുന്നവരാ. അപ്പൊ അവർക്ക് പിരിവ് നമ്മൾ പൈസ കൂടുതൽ കൊടുക്കണ്ടേ? അപ്പൊ അതിന് പിരിവ് കൂടുതൽ വേണം. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാ പിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നാടകവും സിനിമയും രണ്ടും രണ്ട് തന്നെയാണ്. സ്നേഹവും ബന്ധങ്ങളും കൂടുതൽ നാടകത്തിനാണ്. അത് ഒരു വർഷമാണ് ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച്, ആണെന്നോ പെണ്ണെന്നോ ഇല്ല, ഒരു കുടുംബം. അത് പുറത്തുള്ളവർ കാണുക അങ്ങനെയല്ല. പക്ഷെ ഞങ്ങൾക്ക് ആ ഒരു ബന്ധം മറക്കാൻ പറ്റില്ല. സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നൊരു ഷൂട്ട് കഴിഞ്ഞു, ഇന്ന് ഷൂട്ട് കഴിഞ്ഞ് അങ്ങോട്ട് പോയാൽ നാളെ കണ്ടാൽ വേണ്ടിക്കോളണമെന്നില്ല. കണ്ടാൽ മുട്ടേ പോകുമ്പോൾ അങ്ങ് പോവും. അപ്പോൾ തിരിഞ്ഞു നിന്നിട്ട് അയ്യോ ഇന്ന ആളല്ലേ പോയത്. അതെ, അപ്പോഴേക്ക് നമ്മൾ ആലോചിച്ചുണ്ടാക്കുമ്പോഴേ അവർ പോയി കാണും. പക്ഷെ നാടകം അതല്ല. ഭയങ്കര കോർഡിനേഷൻ ആണല്ലോ. ഇപ്പൊ ബാക്ക് സ്റ്റേജിൽ ഒരു കയറങ്ങ് കെട്ടുവാണല്ലോ. അവിടെ ഇങ്ങനെ തുണികൾ ഇട്ടിട്ടിട്ട് പിന്നെ സ്ത്രീയായാലും പുരുഷനായാലും ഒരു മുണ്ടിന്റെ മറവിലൊക്കെയാണല്ലോ. സ്ത്രീകളും പുരുഷനും ഒരു തുണിട്ട് കഴിഞ്ഞാൽ ഒരുമിച്ചൊന്നുമല്ല തുണി. പക്ഷെ വേറൊരു കാര്യമാണ് കേട്ടാ, ചില സമയത്ത് അർട്ടന്റെ ഞങ്ങൾക്ക് വേറെ സ്ക്രീൻ കെട്ടിത്തരും. അതിന്റെ അടിയിൽ കൂടിയൊക്കെ ചിലര് കോലക്കെട്ട് നോക്കും. അതേ കൂടി, കാരണം നമ്മളാരെങ്കിലും പെണ്ണുങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ കാലുമല്ലെങ്കിലും കുത്താൻ പറ്റുമെന്നേ. അല്ല, അതുകൂടെ വേറൊരു ഇതുണ്ട്. ചില സ്റ്റേജുകൾ ഈ വാർക്കയുടെ പല കഴിച്ച ഇതായിരിക്കും. അത് ഇടയ്ക്ക് കെട്ടുണ്ട്. ആ കെട്ടുള്ളവിടെ ഗ്യാപ്പ് കിടക്കും, കയറിന്റെ ഗ്യാപ്പ് കിടക്കും. ഇവന്മാർ ഈ സ്റ്റേജിന് അടി വന്നിരുന്ന് ഇറുക്കിലിട്ട് രംഗത്ത് നിൽക്കുന്ന നടിമാരുടെ കാലിട്ട് കുത്തും. അങ്ങനെയൊക്കെയുള്ള കുരുത്തക്കേടുകൾ കാണിക്കുന്നത്. പക്ഷെ നമ്മൾ രഹസ്യമായിട്ട് ചില സ്റ്റേണായിട്ടുള്ള കമ്മിറ്റിക്കാരുണ്ടാവും. ആ കമ്മിറ്റിക്കാരെന്ത് ചെയ്ത് അവരോട് പറയും, രഹസ്യമായിട്ട് അവരോട് പറയും. അവരത് വളഞ്ഞിട്ട് ഇവനെ പിടിച്ചെടുത്തോണ്ട് അങ്ങ് പോകും. പിന്നെ അവിടെ പടവോ പടവോ എന്നുള്ള ശബ്ദം കേൾക്കാം, അടിക്കുന്ന ശബ്ദം.